அவரை பார்த்து பேசியாச்சா? கண்டு. யார்கிட்ட சார் பேசியது? ജീവനോട് തന്നെ. ജീവനല്ല, JR. അതിസമ്പന്നനായ JR അയാളാ സംസാരിച്ചത്. എന്താ ഹരി അവൻ പറഞ്ഞത്? ഫിനാൻഷ്യൽ ഏജൻസീസ് ഒക്കെ പറയുന്നത് പോലെ കുറെ ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞു. കടം വീട്ടാൻ എന്തോ വലിയ എഗ്രിമെന്റ് തയ്യാറാക്കി വരുന്നുണ്ടെന്ന്. അതിനും കാത്തിരിക്കാനാ പറഞ്ഞത്. നമ്മൾ എന്താടാ അവരുടെ അടിമകളോ? അവൻ പറയുമ്പോൾ കാത്തിരിക്കാനായിട്ട്. പണം വാങ്ങിച്ചവർ അടിമകളല്ലേ? ഇനിയിപ്പോ ഇത് പറഞ്ഞ് എല്ലാരും വിഷമിച്ചിരിക്കൊന്നും വേണ്ട. ഈ പണം തന്നവര് എഗ്രിമെന്റും കൊണ്ട് വരട്ടെ, അതിനുശേഷം തീരുമാനിച്ചാൽ മതി. എല്ലാവരും വല്ലതും കഴിച്ചിരുന്നോ? അതോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പട്ടിണി കിടന്നോ? അമ്മവാ, ഞാൻ ഭക്ഷണം എടുക്കട്ടെ. നിന്ന് വഴിയിൽ വെച്ച് തീരുമാനം എടുത്തോ. ഇവിടെ വരുമ്പോ ടെൻഷനും സങ്കടമൊന്നും പാടില്ലെന്ന്. നന്നായി. ഇപ്പൊ ഒരു ദിവസം ഇത് മറച്ചു വെച്ച ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ, അല്ലേ ഹരി? ആന്റി, ഈ കാര്യത്തിൽ നമ്മൾ പരസ്പരം എന്തു പറയാനാ? നമ്മുടെ മുമ്പിലെ JR ജീവനാണെന്നുള്ളത് നമുക്കറിയാം. അവൻ വലയെറിഞ്ഞ് നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊല്ലാനാണെന്നുള്ളത് നമുക്കറിയാം. തൽക്കാലം നമ്മുടെ മുന്നിൽ പ്രതിവിധിയൊന്നുമില്ല. ഞാൻ അവനെ ചെന്നൊന്ന് കാണട്ടെ. കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനൊന്ന്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അമ്മയുടെ അന്തസ് കളയുന്നല്ലാതെ വേറെ എന്താ പ്രയോജനം? അമ്മ അയാളുടെ കാൽക്കലിൽ ചെന്ന് വീഴുന്നതിനേക്കാൾ അയാൾ തരുന്ന ശിക്ഷ ആയുഷ്കാലം അനുഭവിക്കുന്നതാ നല്ലത്. സുജാത, പിള്ളേര് പറയുന്നതിനും കാര്യമുണ്ട്. സുജാത ഒന്നും പോകണ്ട. അല്ലാതെ ഇതെങ്ങനെ പരിഹരിക്കും രാമകൃഷ്ണേട്ടാ? നമ്മുടെ കുടുംബത്തിനൊരു തീരുമാനം വേണം. കരഞ്ഞിട്ടായാലും പേടിച്ചിട്ടാണെങ്കിലും ആ തീരുമാനത്തിൽ മാറ്റം വരാൻ പാടില്ല. എന്തായാലും അയാൾ കൊണ്ടുവരുന്ന എഗ്രിമെന്റ് കാണട്ടെ, എന്നിട്ട് മതി നമ്മുടെ പ്രതികരണം. കറക്റ്റ് ഹരി സാറേ. கொஞ்சம் വെയിറ്റ് பண்ணியா അവരെ തിരുമ്പി അടിക്കുന്നതിന് ഒരു വഴി നമുക്ക് കിടക്കും, ഇല്ലമ്മ? തല്ലി തോൽപ്പിക്കൊന്നും വേണ്ട ശരവണ. നമ്മൾ ചോദിക്കുന്നത് ഒരല്പം സാവകാശം. അതിപ്പോ കോടതി പോയാലും നമുക്ക് ആ സാവകാശം കിട്ടും. മര്യാദക്കാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഫൈറ്റ്. അതാ നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം.